പടച്ചോനെ എനിക്ക് ഇവിടെ കെട്ടിച്ചേ. നീ പറ, എങ്ങനെ അവളെ കണ്ടു, എങ്ങനെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ അടുത്തു, എങ്ങനെ ഇവിടെ എത്തി, എല്ലാം പറ. ബാക്കി ഞാൻ പറയാം. സുഹൃത്തിൻ്റെ ചേച്ചിയുടെ കല്യാണം കൂടാൻ വന്ന മൊഞ്ചത്തി കുട്ടിയിലേക്ക് എൻ്റെ മനസ്സ് കുതിച്ചു. എനക്കോളെ കാണണം. ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ട. നീ എന്ത് ചെയ്യാൻ പോവാ? പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. എടാ ഓക്ക് ഇവനെ ഇഷ്ടമുണ്ടേ. ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിളയിൽ ഒരുത്തം മാത്രമാണ് നീ. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടാവോടാ. എടാ ഈ പെണ്ണും പ്രേമൊന്നും ഒറ്റയ്ക്കിരുന്ന് അയവർക്കൊന്നും അമ്മക്ക് പറഞ്ഞിട്ടുള്ളതല്ല, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഓള് പയ്യനൊക്കെ ഓള് ജോഡിച്ചോർത്ത് കാണും. ദിനേശിന്റെ ബൈക്ക് എടുത്തോ, ചെല്ല്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ആയിഷ എന്നെ കണ്ടു. എന്നിൽ അവൾ ആദ്യത്തെ നോട്ടം. നിന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. ഓളാ തട്ടുവിട്ട് കഴിഞ്ഞ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. നമുക്കവിടെ നിന്ന് മാറാം. ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിനും ഇവള് വിട്ടുകൊടുക്കൂല. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. I love you, Aisha. വിനോദ്, എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് വിനോദിനോടത് പറയാൻ തീരുമാനിച്ചത്. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ഐഷ, പ്ലീസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേറു. ആയിഷ എന്ന പെൺകുട്ടിക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല വിനോദ്. പക്ഷേ ആയിഷ എന്ന മുസ്ലിമിന് എന്നെ മറന്നേ പറ്റൂ. അവൻ അബദ്ധങ്ങളൊന്നും ചെയ്യരുതേ. ഈ ലവ് സ്റ്റോറി ഹാപ്പി എൻഡിങ്. ചിതലരിച്ച കുറെ ശാഠ്യങ്ങൾ കൊണ്ട് സ്വന്തം ചോരയെ കുത്തി നോവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്തിനാണോ 50 വർഷത്തെ ജീവിതവും കുറെ അനുഭവങ്ങളും? കറുത്ത തുണി കൊണ്ട് മൂടി വെക്കേണ്ടത് പെണ്ണിന്റെ വിശുദ്ധിയാണ്, സ്വപ്നങ്ങളല്ല. എന്തെങ്കിലും ചെയ്തു കളയുന്നതിന് മുമ്പ് ചെല്ല്, അവനെ കണ്ടുപിടിക്കും. ഒന്നേപടി ഗോപാലമാഷിന്റെ വീട്ടില് നിസ്കാരപ്പായി വരിക്കാൻ ഒരു മുറി ഒഴിച്ചു തരുമോ? ഈ പടച്ചോൻ ഭയങ്കര സംഭവം തന്നെ കേട്ടോ.
ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും പുള്ളി മറക്കില്ലെന്ന് തോന്നുന്നു.